ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കട്ട് ബീഡ് മാത്രം വെച്ച് ചെയ്യുന്ന ആലിയക്കട്ടിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വീനെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. നെക്ക് ലെങ്ത് 5.5 ഇഞ്ചും നെക്ക് വിഡ്ത്ത് നമ്മൾ എടുത്തേക്കുന്നത് 6 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ താഴത്തുനിന്ന് ഏകദേശം ഒരു 3 ഇഞ്ച് താഴ്ത്തി നമ്മുടെ ഒരു ബസ് ലെവലിന് മേളിലായിട്ട് ദാണ്ട് ഇതുപോലെ 2 ഇഞ്ചിലാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ലീഫ്സിൻ്റെ പാറ്റേൺ ഞാൻ വരച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ ലീഫ് ചെയ്ത് പോരേണ്ടത്. ഇതുപോലെ ലീഫിൻ്റെ പാറ്റേൺ വരയ്ക്കുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക, ബാക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കുക. പിന്നെ നമുക്ക് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ, അവിടെയും നമുക്ക് ഇതുപോലെ ഒരു ലൈൻ കട്ട് ബീഡ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റാണ്, നമുക്ക് അടുപ്പിച്ച് തന്നെയാണ് കേട്ടോ ഈ ലീഫ് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് വരുമ്പം കണ്ടോ, നമ്മുടെ നെക്കിൻ്റെ താഴത്തായിട്ടും ഇതിൻ്റെ മിഡിലായിട്ട് നമ്മളിതുപോലെ സ്പ്രെഡിങ് ആയിട്ട് ലീഫ് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് കട്ട് ബീഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് പാറ്റേൺ വരുന്നത്. ഏകദേശം ഒരു 12 ഇഞ്ചിലൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ യോക്ക് വരുന്നത്. അറിയാമല്ലോ, ആലിയ കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബസ് ലെവലിന് ചേർന്നിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാറ്റേൺ ഞാൻ കറക്റ്റായിട്ട് മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, നെക്കിൻ്റെ താഴത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലീഫ് നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് അടുപ്പിച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ കട്ട് ബീഡ് ചെയ്ത് പോരുന്നതും. മിഡിലായിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു ലൈനൂടെ കൊടുത്ത് പോരുക. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ഇതുപോലെ വരച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ സ്പ്രെഡിങ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്പ്രെഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയൽ ബ്ലാക്ക് കളർ ജോർജറ്റ് ആണ്. അപ്പോൾ സെയിം നോർമൽ സ്വിങ് ത്രെഡ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്താട്ടോ എടുക്കുന്നത്. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ.
ഓക്കെ കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പാറ്റേൺ ഫുള്ള് വരുന്നത്. സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ലീഫ് പാറ്റേൺ വരച്ചെടുത്ത് അതിലൂടെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുത്താൽ മാത്രം മതി. സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വെറും കട്ട് ബീഡ്സ് മാത്രം യൂസ് ചെയ്ത് ലീഫ് ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ഈ ഒരൊറ്റ ഡിസൈൻ മാത്രം തന്നെ കേട്ടോ നമുക്ക് ഫുള്ള് വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.